വന്നിട്ടുള്ളത് കുനാഫ ബൈറ്റ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബൈറ്റ്സ് അല്ലാതെ നമുക്കിങ്ങനെ ബാറായിട്ടും ഈ ഒരു റെസിപ്പി വഴി ചെയ്യാം കേട്ടോ. ഏകദേശം ഒരു 400 രൂപക്കാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം അതിനായിട്ട് 100 രൂപക്ക് പിസ്ത വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ മാറ്റി വെക്കുക. ആദ്യം തന്നെ നമ്മൾ പിസ്തൻ്റെ സോസാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ പിസ്തയൊക്കെ നമ്മളൊരു പാത്രത്തിലോട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക കേട്ടോ. നല്ല ഡ്രൈ ആവുന്നത് വരെ വറുത്തെടുക്കുക. അതിൻ്റെ ബാക്കിലുള്ള ആ ഒരു ബ്ലാക്ക് കളറൊക്കെ റിമൂവ് ചെയ്തിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തു. ഇതിലേക്ക് ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡും കൂടിയും ചേർത്ത് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തു. അപ്പോൾ നമുക്കിതാ ഇത്രയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. പിന്നെ കുനാഫ സ്പെഷ്യൽ വേർമിസെല്ലിയാണ് ഇതാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിന് 99 രൂപയാണ്. അപ്പോൾ നമ്മൾ ബട്ടർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിലൊരു 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിന് 55 ആ ഒരു റേഞ്ചിലാണ്. ഈ ബട്ടറിലേക്ക് പൊടിച്ചെടുത്തിട്ടുള്ള കുനാഫ ചേർക്കുക. കുറച്ച് മതി, ഞാൻ കുറച്ച് കൂടുതലായി പോയി എടുത്തത്. അപ്പോൾ നമ്മളെ ആ പിസ്തൻ്റെ പേസ്റ്റ് ഇതിലേക്ക് തികയാതെ വന്നു കേട്ടോ. അപ്പം അത്രയും എനിക്ക് ബാക്കിയാവുകയും ചെയ്തു ഈ ഒരു കുനാഫൻ്റെ സാധനം. അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ 100 രൂപേൻ്റെ ഒരു ഡയറി മിൽക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ടോട്ടൽ 350 ആ ഒരു റേഞ്ചാണ് കേട്ടോ. ഈ ഡയറി മിൽക്കിൻ്റെ മുകളിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തങ്ങായിട്ട് നമുക്ക് മെൽറ്റ് ചെയ്യുക. എന്നിട്ട് മോൾഡ് എടുത്തിട്ട് അതിലിങ്ങനെ ഡയറി മിൽക്ക് താഴെ ഭാഗത്ത് ആക്കി കൊടുക്കുക. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഷേപ്പ് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ പിസ്തൻ്റെ ആ ഒരു മിക്സില്ലേ അത് ഇതിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് പിസ്ത എസൻസ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. പിസ്ത എസൻസ് ചേർക്കുമ്പോൾ ആ ഒരു ചൊയ ഉണ്ടാവും. അതുകൊണ്ട് അത് വേണ്ട കേട്ടോ. കുനാഫ എടുക്കുന്ന കുറച്ച് മതി കേട്ടോ. നമുക്ക് ഇതിൽ ഒരുപാട് ബാക്കി ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ 2 റോൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക. അപ്പം അടിപൊളിയായിട്ടുള്ള കുനാഫ ബൈറ്റ്സ് ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി, പെട്ടെന്ന് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ബാറായിട്ടും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് 55-60 ആ ഒരു റേഞ്ചിലാണ്, ചെറിയ ടിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ടോട്ടൽ നമുക്ക് 410-420 ആ ഒരു റേഞ്ചിൽ നമുക്ക് ഈ ബൈറ്റ്സ് ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ ബാറാക്കിയിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.